ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന വിശേഷം തിരുവോണത്തിൻ്റെ അന്ന് അമ്പലത്തിൽ പോയ വിശേഷമാണ് കാണുന്ന സുഹൃത്തുക്കളെ. ഞാനും പേരക്കുട്ടികളും മോളെ അമ്മയും വല്യമ്മയും അപ്പച്ചിയും എല്ലാവരും കൂടെയൊക്കെ അമ്പലത്തിൽ പോയി. അപ്പം ഞാൻ തൊഴുതിട്ടുണ്ടല്ലോ, പുറത്തിറങ്ങി കേട്ടോ. കുഞ്ഞ് കരഞ്ഞതുകൊണ്ട് ഞാൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്തിറങ്ങി. അവരൊക്കെ അകത്ത് നിൽപ്പുണ്ട്. മോള് വീഡിയോ എടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുഞ്ഞിന് ഞാൻ കുപ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞ് കരഞ്ഞിട്ട് ഞാൻ കുഞ്ഞിന് കുപ്പിപ്പാൽ കൊടുക്കുന്നുണ്ട്. തൊട്ടടുത്ത് എൻ്റെ കുഞ്ഞു ഇരിപ്പുണ്ട്, മൂത്ത കുഞ്ഞു ഇരിപ്പുണ്ട്. ഞാനും എൻ്റെ രണ്ട് മക്കളും കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. മോള് വീഡിയോ എടുക്കുന്നത്, ഞങ്ങൾ രണ്ടാളും ഇരിക്കുന്നത് കണ്ടിട്ട്, മൂന്നാളും കൂടെ ഇരിക്കുന്നത് കണ്ടിട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. തിരുവോണത്തിൻ്റെ അന്നെടുത്ത വീഡിയോ ആണ് ഇന്നിടുന്നത്. സമയം കിട്ടിയില്ല. അത് എല്ലാം എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. വോയിസ് ഓവർ കൊടുക്കണമായിരുന്നു. അമ്പലത്തിൽ പാട്ടൊക്കെ ഇട്ടേക്കല്ലേ, അതിനിടയിൽ നമുക്ക് ആ സൗണ്ടോടെ വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നാണ് ആ വീഡിയോ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത്. ഈ അമ്പലം ഉണ്ടല്ലോ, മുരുകക്ഷേത്രമാണ്. കായലിനും കടലിനും നടുവിലാണ് ഈ അമ്പലം. പിന്നെ കടൽ കണ്ടോ. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്, കടൽ നോക്കിയാണ് മുരുകൻ ഇരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് കടൽ. അപ്പം കടലിനും കായലിനും ഇടയിലായിട്ടാണ് ഈ അമ്പലം ഇരിക്കുന്നത്. സൈഡിലെ റോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെന്തുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും തൊഴുതിറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തൊഴുതിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നിന്ന് വെളിയിൽ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. മോളച്ഛനും കൂടെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ്. പോകാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. വീട്ടിൽ ചെന്നിട്ട് ലൈവ് എടുക്കണമല്ലോ, നിങ്ങളെ മുന്നിൽ ലൈവ് വരണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനങ്ങ് വീട്ടിലോട്ട് പോകുന്നു. അവർ മോളെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ അവർ പോയതിന് ശേഷം ഞാൻ ഫോൺ എടുത്ത് ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. ഇപ്പോൾ എല്ലാവരും മോളെ വല്യമ്മ പറയുന്നുണ്ട്, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നതല്ലേ എന്ന് പറഞ്ഞു. അവർ പോയതിനു ശേഷം ഫോൺ എടുത്ത്. അപ്പോൾ അതിന് അടുത്തിനെ കണ്ടോ, നിങ്ങൾ കാണുന്ന ആളെ കണ്ടോ? ഞാൻ വീഡിയോ എടുത്തപ്പോൾ ചോദിച്ചു. ഞാൻ പറയുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ നമുക്കുണ്ട്, ആണോ എന്നാൽ കാണാം, സബ് ചെയ്യാം. ആ കുഞ്ഞുമോൻ ചോദിക്കുന്നുണ്ട് എനിക്ക് എത്ര സബ്സ്ക്രൈബർ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് നമുക്ക് 7K സംതിങ് സബ്സ്ക്രൈബർ ഉണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ കുഞ്ഞെന്നോട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിശേഷങ്ങൾ, ഈ ചാനലിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവർ വീഡിയോ കാണാമെന്ന് പറഞ്ഞ് സബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരങ്ങോട്ട് പോകുന്നുണ്ട്. ഞാനും ഒന്ന് വീഡിയോ എടുക്കാം. നമ്മുടെ അമ്പലവും ചുറ്റും പരിസരമൊക്കെ ഒന്ന് വീഡിയോ എടുക്കാം. മോളെ അമ്മയാണ് കുഞ്ഞുമായിട്ട് വരുന്നത്. മോളെ അമ്മയല്ലല്ലോ, സോറി. ഇനി രണ്ടതിനെ കട്ട് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കാൻ വയ്യ. മോളെ അപ്പച്ചി എൻ്റെ കൂടെ ജോലി, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. മോളെ അപ്പച്ചിയാണ് നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടത്. വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ യാത്രയൊക്കെ പോയിട്ട് വന്നതാണ് വോയിസ് കൊടുക്കുന്നത്. മോളെ അമ്മയാണ് കുഞ്ഞിനെയും കൊണ്ട് പോകുന്നത്. ഞാനൊരു യാത്രയൊക്കെ പോയിട്ട് വന്നാണ് സുഹൃത്തുക്കളെ വോയിസ് കൊടുക്കുന്നത്. നോക്കട്ടെ, വോയിസൊക്കെ കൊടുത്തിട്ട് പിന്നെ ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാനിടാം, അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഇന്ന് ഇടൂല, നാളെ ഒന്നുകൂടെ വോയിസ് ഓവർ കൊടുത്തിട്ട് വീഡിയോ ഇടാം. അപ്പോൾ അവരൊക്കെ അങ്ങോട്ടും പോകുന്നു, ഞാനും എൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് ഞാനും പോകുന്നുണ്ട്. ഇതിനിടയിൽ ഒന്നുകൂടെ കടൽ കാണിച്ച് തരാം നിങ്ങൾക്ക്. നേരത്തെ മോളാണ് വീട്ടിലെ ഫോൺ കൊണ്ടുപോയി കടൽ കാണിച്ചത്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന തൊട്ടടുത്ത് കണ്ടോ, അതിൻ്റെ അമ്പലത്തിൻ്റെ തൊട്ട് ബാക്കിൽ കായലാണ് കേട്ടോ. തൊട്ട് ബാക്കിൽ കായലും തൊട്ട് ഫ്രണ്ടിൽ കടലും. ഇവരെ കണ്ടോ, അവരും പറയുന്നുണ്ട് ഞങ്ങളും ചാനൽ കാണാറുണ്ട്, വീഡിയോസ് കാണാറുണ്ട്. അപ്പം ഞാൻ ആ മോളോട് പറഞ്ഞു, മോളെ ഇന്ന് തന്നെ ഈ വീഡിയോ ഇടണമെങ്കിൽ കാണണമെന്ന് പറഞ്ഞു. ഇന്നെന്ന് പറയുമ്പോൾ എന്നറിയാമോ, തിരുവോണത്തിൻ്റെ അന്നാണ് പറഞ്ഞത്. പക്ഷെ അന്ന് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. ഇന്ന് എത്രയോ ദിവസം കഴിഞ്ഞ്, ഓണം കഴിഞ്ഞിട്ട് ഇന്നാണ് ഈ വീഡിയോ ഇടാൻ പറ്റുന്നത്. ഇതിനിടയിൽ നിങ്ങൾക്ക് കായലും കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ഫോണൊക്കെ അങ്ങോട്ട് കാണിക്കുന്നുണ്ട്, കായൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് ചെമയൊക്കെ ആയതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അതിൻ്റെതൊരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ
പൊന്നിന് ഞാൻ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം മോളെ വീട്ടിൽ പോണു, ഞാനും നമ്മുടെ വീട്ടിൽ പോകുന്നു. പിന്നെന്തുണ്ട് വിശേഷം? കായൽ കാണാൻ പറ്റുന്നുണ്ടോ സുഹൃത്തുക്കളെ? കായൽ കാണാൻ പറ്റുന്നുണ്ടോ? നല്ലൊരു അന്തരീക്ഷമാണ്, നമുക്ക് മനസ്സിനൊക്കെ നല്ല വൈബ് കിട്ടുന്നൊരു സ്ഥലമാണ്. കായലിനും കടലിനും നടുവിലുള്ള അമ്പലവും വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ഇവിടെയൊക്കെ വന്നിരിക്കുമ്പം തന്നെ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. എന്നാലും വരൂല, എല്ലാ കാലത്തും ഒന്ന് വന്നാലായി, എല്ലാ കാലത്തും ഒന്ന് വന്നാലായി. കുറേ നാളുകൾക്ക് ശേഷമാണ് അമ്പലത്തിലോട്ട് വന്നത്. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്കൊന്ന് കടൽ കാണിച്ചു തരാം. കടൽ കാണിച്ചു തരാം. ഞാൻ കടലിൻ്റെ അടുത്തോട്ട് നടക്കുന്നുണ്ട്. നമ്മളെ വീഡിയോസ് എല്ലാവരും കാണണം കേട്ടോ. നമ്മുടെ വീഡിയോസ് എല്ലാവരും കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും ചേച്ചി പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ക്ലാരിറ്റി കുറവോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റാതെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ക്ഷമയൊക്കെ ആയിട്ടിരുന്നിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ അത് പോരാത്തതിന് ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഇന്ന് മൊത്തം എനിക്ക് ബിസി ആയിരുന്നു. ഒരു ബ്ലൗസ് തയ്ക്കാനുണ്ടായിരുന്നു. ആ ബ്ലൗസൊക്കെ പകുതിയാക്കിയിട്ടിട്ടാണ് ഒരു യാത്ര പോയത്. യാത്ര പോയിട്ട് വന്ന് വീണ്ടും കംപ്ലീറ്റ് ആ ബ്ലൗസിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത്. വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തു. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് വേണം എനിക്ക് അടുത്ത് 1 മണിക്കൂറോ അരമണിക്കൂറോ ലൈവ് വരണമെന്നുണ്ട്. എങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ പറ്റില്ല, നോക്കട്ടെ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണാൻ എങ്ങനെയുണ്ട്? നമ്മുടെ കടൽ കണ്ടോ? കടലിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലവും കാണിച്ചു തരാം. ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞുകൂടാ, എന്നാലും ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. നമ്മുടെ പരിസരമൊക്കെ കണ്ടോ? അമ്പലത്തിൻ്റെ പരിസരമൊക്കെ കണ്ട് വല്ലാത്തൊരു, നേരിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗി കൂടുതലാണ്. നേരിൽ കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗി. ഈ റോഡുണ്ടല്ലോ, ഈ അമ്പലത്തിൻ്റെ തൊട്ട് കിടക്കുന്ന റോഡ്, അത് നേരെ പോകുമ്പോൾ കോവളം പോകുന്ന റോഡാണ് കേട്ടോ. പണ്ടൊക്കെ നടന്ന് പോകാം, ഇപ്പോൾ ഇടയിലൊക്കെ എന്തോ ഇതൊക്കെയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. കടലൊക്കെ ആയെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആൾക്കാരൊക്കെ നടന്ന് ഒറ്റ റോഡ് അങ്ങ് നടന്ന് പോയാൽ നേരെ കോവളം എത്തുമെന്നാണ് പറയുന്നത്. ഞാനും അങ്ങനെ നടന്ന് ഇതുവരെ പോയി